ഹായ് ഓൾ, വെൽക്കം ടു അലക്സി അക്കാഡമി. ഇപ്പോൾ മൊഡ്യൂൾ 3യിൽ നിന്നുള്ള ഹൈവേ മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അതിൽ 3 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞു: സബ്ഗ്രേഡ് സോയിൽ, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ബിറ്റുമിൻ. അതിൻ്റെ പ്രോപ്പർട്ടീസും ടെസ്റ്റും നമ്മൾ മെൻഷൻ ചെയ്തു പോയി. ഇനി നമുക്ക് ബിറ്റുമിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ബിറ്റുമിൻ്റെ കാര്യം ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Discuss any 5 properties of bitumen and their effect on the performance of bituminous mixes in pavement. Explain the laboratory test to be conducted to access these properties. December 2019, 8 മാർക്ക്. ബിറ്റുമിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ ആ പ്രോപ്പർട്ടീസിൻ്റെ എഫക്റ്റ്, അതുപോലെ ബിറ്റുമിൻ്റെ ലബോറട്ടറി ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബിറ്റുമിൻ എന്താണെന്ന് നോക്കാം. ബിറ്റുമിൻ ഈസ് എ ബൈൻഡിങ് ഏജൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പെട്രോളിയം. അപ്പോൾ പെട്രോളിയത്തിൽ നിന്ന് റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു ബൈൻഡിങ് ഏജൻറ്റാണ് ബിറ്റുമിൻ. ബിറ്റുമിൻ ഈസ് നോൺ ഫോർ ബീയിങ് സ്ട്രോങ്ലി അഡ്ഹസീവ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ഡാമേജ് ഫ്രം വാട്ടർ ആൻഡ് ഓയിൽ സ്പിൽ. അപ്പോൾ ബിറ്റുമിൻ്റെ മെയിനായിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇത് സ്ട്രോങ്ലി അഡ്ഹസീവ് ആണ്. വേറെ എന്ത് മെറ്റീരിയലിനോടും ഇപ്പോൾ പേയ്മെൻറ്റൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അസ്ഫാൾട്ടിനോട് ഭയങ്കരമായിട്ട് അഡ്ഹസീവാണ് ബിറ്റുമിൻ. അതുപോലെ തന്നെ വാട്ടർ അല്ലെങ്കിൽ ഓയിൽ സ്പില്ല് കാരണം ഡാമേജ് ഒന്നും വരത്തില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ ഓയിൽ സ്പിൽ റെസിസ്റ്റൻറ്റും ആണ്. ദിസ് മേക്സ് ബിറ്റുമിൻ ദ ഐഡിയൽ ബൈൻഡർ ഫോർ അസ്ഫാൾട്ട് ബിക്കോസ് അസ്ഫാൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ആസ് സർഫസ് ഫോർ റോഡ്. അപ്പോൾ റോഡിന് അല്ലെങ്കിൽ പേയ്മെൻറ്റിനൊക്കെ നമ്മൾ അസ്ഫാൾട്ടാണ് മെയിനായിട്ട് സർഫസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അസ്ഫാൾട്ടിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ബൈൻഡറായിട്ട് ബിറ്റുമിനെയാണ് ചൂസ് ചെയ്യുന്നത്. അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? സ്ട്രോങ് ആയിട്ട് അഡ്ഹസീവ് ആണ്, അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഓയിൽ സ്പിൽ റെസിസ്റ്റൻറ്റും ആണ് ബിറ്റുമിൻ. ഓക്കെ, ഇനി നമ്മൾ ബിറ്റുമിൻ, ടാർ, അതുപോലെ പേവിംഗ് ഗ്രേഡ്, ഇൻഡസ്ട്രിയൽ ഗ്രേഡ് അതിനെക്കുറിച്ചൊക്കെ നോക്കുകയാണ്. അതിനു മുന്നേ നമുക്ക് കോൾ ടാറും ബിറ്റുമിനും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോൾ ടാർ എന്താണ്? Coal tar is a dark, thick liquid formed as a byproduct in the production of coke from coal. അപ്പോൾ കോളിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് അല്ലെങ്കിൽ കോളിൽ നിന്ന് കോക്കിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് അവിടെ ഉണ്ടാകുന്ന തിക്കായിട്ടുള്ള ബ്ലാക്ക് കളർ ലിക്വിഡിനെയാണ് നമ്മൾ കോൾ ടാർ എന്ന് പറയുന്നത്. അതേസമയം ബിറ്റുമിൻ എന്താണ്? നമ്മൾ പറഞ്ഞു, ബിറ്റുമിൻ എന്ന് പറയുന്നത് എന്താണ്? പെട്രോളിയത്തിൻ്റെ റിഫൈനിങ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. ബിറ്റുമിൻ ഈസ് എ നാച്ചുറലി ഒക്കറിങ് ഡാർക്ക് തിക്ക് ലിക്വിഡ് ദാറ്റ് ഈസ് ഹൈലി വിസ്കസ് ആൻഡ് സ്റ്റിക്കി. അപ്പോൾ സ്റ്റിക്കി ആയിട്ടുള്ള ഹൈ വിസ്കസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. ഇനി ബിറ്റുമിൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഡിസ്റ്റിലേഷനിൽ നിന്നാണ്. ബിറ്റുമിൻ ഈസ് ഹൈലി ഡേഞ്ചറസ് വെൻ എക്സ്പോസ്ഡ് ടു ഹൈ എമൗണ്ട്സ് വയ ബ്രീത്തിങ്. അപ്പോൾ ബിറ്റുമിനെ നമ്മൾ ഒത്തിരി സമയം ബ്രീത്ത് ചെയ്താൽ നമുക്ക് ഡേഞ്ചറസ് ആണ്. റെസ്പിറേറ്ററി ഡിസീസും റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ഒത്തിരി ഡാമേജ് വരുന്നുണ്ട്. ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈവേസ്, എയർപോർട്ട് റൺവേസ്, കാർ പാർക്ക്, ടെന്നീസ് കോർട്ട്സ്, റൂഫിംഗ് ഡാം, പൈപ്പ് കോട്ടിംഗ് എക്സെട്ര, ഇത്രയും ഭാഗത്താണ് നമ്മൾ ബിറ്റുമിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഹൈവേയിലാണ്. ഹൈവേ കൺസ്ട്രക്ഷൻ, എയർപോർട്ട് റൺവേ, കാർ പാർക്ക്, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ബിറ്റുമിൻ യൂസ് ചെയ്യുന്നത്. അതേസമയം കോൾ ടാർ എന്തോന്നാണ്? കോൾ ടാർ ഈസ് എ ഡാർക്ക് തിക്ക് ലിക്വിഡ് ഫോംഡ് ആസ് എ ബൈ പ്രോഡക്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോക്ക് ഫ്രം കോൾ. അപ്പോൾ കോളിൽ നിന്ന് കോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഡാർക്ക് തിക്ക് ലിക്വിഡാണ് കോൾ ടാർ എന്ന് പറയുന്നത്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ ബൈ പ്രോഡക്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് കോക്ക് ഫ്രം കോൾ. അത് തന്നെയാണ് കോളിൽ നിന്ന് കോക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ്. വൺ ഓഫ് ദ സേഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് മെഡിസിൻ. അപ്പോൾ ഇതേസമയം ബിറ്റുമിൻ ആണെങ്കിൽ നമുക്ക് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു ബ്രീത്ത് ചെയ്താൽ, എന്നാൽ കോൾ ടാർ ആണെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള അതുപോലെ സേഫായിട്ടുള്ള ഒരു മെഡിസിനാണ്. കോൾ ടാർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതും മെഡിസിൻ ഫീൽഡിലാണ്, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഇൻഡസ്ട്രിയിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കോൾ ടാറും ബിറ്റുമിനും തമ്മിലുള്ള കമ്പാരിസൺ. ഓക്കെ, ഇനി സെയിം കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ബിറ്റുമിൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഡിസ്റ്റിലേഷൻ സമയത്താണ്.
നല്ല ടാർ നമുക്ക് കിട്ടുന്നത് കോൾ അല്ലെങ്കിൽ വുഡിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ടൈമിലാണ്. ഇനി ബിറ്റുമിൻ നമ്മൾ പേവിങ് ഗ്രേഡായിട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യും? റോഡിൽ, എയർഫീൽഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയിൽ ബിറ്റുമിൻ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫിംഗ് സ്ട്രക്ചേഴ്സിലും ഇൻഡസ്ട്രിയൽ ഫ്ലോറിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റുമിൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു വാട്ടർ ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫിംഗ് സ്ട്രക്ചേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബിറ്റുമിൻ വരുന്ന മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബിറ്റുമിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റനിങ് പോയിൻ്റ് ആണ്. IS സ്പെസിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം സോഫ്റ്റനിങ് പോയിൻ്റ് എന്നാണ് IS സ്പെസിഫിക്കേഷൻ പറയുന്നത്. സോഫ്റ്റനിങ് പോയിൻറ്റിന് വേണ്ട ടെസ്റ്റിംഗ് അപ്പാരറ്റസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ സോഫ്റ്റനിങ് പോയിൻ്റ് ടെസ്റ്റ് വേറൊന്നുമില്ല, ബിറ്റുമിൻ ഏത് ടെമ്പറേച്ചറിലാണോ സോഫ്റ്റൻ ചെയ്യുന്നത് ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, അതാണ് ബിറ്റുമിൻ്റെ സോഫ്റ്റനിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് ആണ്. റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മളൊരു ബ്രാസ് റിങ് എടുക്കും. ആ ബ്രാസ് റിങ്ങിലേക്ക് നമ്മൾ ബിറ്റുമിനിൻ്റെ ഒരു സാമ്പിൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ബിറ്റുമിനിൻ്റെ സാമ്പിളുള്ള ആ ബ്രാസ് റിങ്ങിനെ നമ്മൾ വാട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ബ്രാസ് റിങ് വിത്ത് ബിറ്റുമിൻ സാമ്പിളിനെ നമ്മൾ ആദ്യം വാട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളൊരു സ്റ്റീൽ ബൗൾ പ്ലേസ് ചെയ്യും. ഈ ബിറ്റുമിൻ സാമ്പിളിൻ്റെ മുകളിലായിട്ട്, ഫിഗറിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെയായിട്ട് ബിറ്റുമിൻ സാമ്പിളിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീൽ ബോൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ലിക്വിഡ് മൊത്തത്തിൽ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. 5 ഡിഗ്രി സെൽഷ്യസ് പെർ മിനിറ്റ് യൂസ് ചെയ്ത് ആ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ലിക്വിഡിനെ ഹീറ്റ് ചെയ്യാണ്. എന്നിട്ട് ബിറ്റുമിൻ എപ്പോഴാണോ മെൽറ്റ് ആവുന്നത് അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്ത് മെൽറ്റായി ആ താഴെയുള്ള മെറ്റൽ പ്ലേറ്റിൽ എപ്പോഴാണോ ബിറ്റുമിൻ ടച്ച് ആവുന്നത് ആ ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സോഫ്റ്റനിങ് പോയിൻ്റ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അപ്പോൾ അതാണ് ബിറ്റുമിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റനിങ് പോയിൻ്റ് ആണ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാസ് റിംഗ് ആണ്. അതുപോലെ ഈ അപ്പാരറ്റസിൻ്റെ പേര് റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് എന്നാണ്. സോഫ്റ്റനിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ എപ്പോഴാണോ സോഫ്റ്റൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എപ്പോഴാണോ അതിനെയാണ് നമ്മൾ സോഫ്റ്റനിങ് പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിംഗ് ആൻഡ് ബോൾ അപ്പാരറ്റസ് യൂസ് ചെയ്യും. ആദ്യം നമ്മൾ സാമ്പിൾ, ഒരു ബിറ്റുമിൻ സാമ്പിൾ ബ്രാസ് റിങ്ങിൽ വെച്ചിട്ട് ആ ബ്രാസ് റിങ്ങിനെ നമ്മൾ വാട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ബിറ്റുമിൻ സാമ്പിളിന് മുകളിലായിട്ടൊരു സ്റ്റീൽ ബോൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ എൻറ്റയർ സെറ്റപ്പിനെ അല്ലെങ്കിൽ ആ വാട്ടറിനെ നമ്മൾ 5 ഡിഗ്രി സെൽഷ്യസ് പെർ മിനിറ്റ് ഹീറ്റ് ചെയ്യും. അതിനുശേഷം ഈ ബിറ്റുമിൻ എപ്പോഴാണോ സോഫ്റ്റൻ ചെയ്ത് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് താഴെയുള്ള മെറ്റൽ പ്ലേറ്റിൽ ടച്ച് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറാണ് നമ്മൾ സോഫ്റ്റനിങ് പോയിൻ്റായിട്ട് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റുമിനെ നമ്മൾ ചെയ്യുന്ന സെക്കൻഡ് ടെസ്റ്റാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റുമിൻ പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഗിവൺ വോളിയം ഓഫ് ബിറ്റുമിൻ ഓഫ് നോൺ കണ്ടൻറ്റ് ടു ദ മാസ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ. അപ്പോൾ ഗിവൺ വോളിയം ഓഫ് ബിറ്റുമിൻ ടു ഈക്വൽ വോളിയം ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ബിറ്റുമിനിൻ്റെ എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ബിറ്റുമിൻ ഡിവൈഡഡ് ബൈ സെയിം വോളിയം ഓഫ് വാട്ടർ. ഈ വാട്ടർ 27 ഡിഗ്രി സെൽഷ്യസിലുള്ളതാണ്. സെയിം വോളിയം ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പൈക്നോമീറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റാണ്. പൈക്നോമീറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ഇവിടെ കാണിച്ചിരിക്കും പോലെ 0.97 to 1.02 ആണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ. ബിറ്റുമിനെ നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് ടെസ്റ്റാണ് ഡക്റ്റിലിറ്റി ടെസ്റ്റ്.
അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ബിറ്റുമിൻ ദാറ്റ് പെർമിറ്റ്സ് ഇറ്റ് ടു അണ്ടർഗോ ഗ്രേറ്റ് ഡീഫോമേഷൻ ഓർ എലോങ്ങേഷൻ. അപ്പോൾ ബിറ്റുമിനിൻ്റെ എലോങ്ങേഷൻ അല്ലെങ്കിൽ ഡീഫോമേഷനെ സ്പെസിഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം എലോങ്ങേറ്റ് ചെയ്യും, എത്രത്തോളം ഡീഫോം ചെയ്യും എന്നാണ് നമ്മൾ ഡക്റ്റിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബിറ്റുമിൻ സാമ്പിളിനെ ഹീറ്റ് ചെയ്യും. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഡക്റ്റിലിറ്റി ടെസ്റ്റിനുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ബിറ്റുമിൻ സാമ്പിളിനെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു മോൾഡിലേക്ക് പോർ ചെയ്യും. ഇതാണ് നമ്മുടെ മോൾഡിൽ വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റിലേക്ക് നമ്മൾ പോർ ചെയ്യും. ആദ്യം നമ്മൾ ബിറ്റുമിൻ ഹീറ്റ് ചെയ്യും, ശേഷം ഇതിലേക്ക് പോർ ചെയ്യും. These samples with mold are cooled in the air and in the water bath at 27 degrees temperature. അപ്പോൾ ഈ ഹോട്ടായിട്ടുള്ള ബിറ്റുമിൻ ഒഴിച്ചതിന് ശേഷം നമ്മളിത് കൂൾ ചെയ്യാൻ വയ്ക്കും. എയറിലും വാട്ടറിലുമായിട്ട് നമ്മളിത് കൂൾ ചെയ്യാനായിട്ട് വയ്ക്കും. ദ എക്സസ് ബിറ്റുമിൻ ഈസ് കട്ട് ഓഫ് ആൻഡ് ദ സർഫസ് ഈസ് ലെവൽഡ് യൂസിങ് എ ഹോട്ട് നൈഫ്. അപ്പോൾ ഇതിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ബിറ്റുമിനെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അതുപോലെ സർഫസിനെ ഒന്ന് ഹോട്ടായിട്ടുള്ള ഒരു നൈഫ് വെച്ച് ലെവലും ചെയ്യും. Then the mold with the assembly containing the sample is kept in the water bath of the ductility machine for about 90 minutes. ഇതിന് ശേഷം നമ്മൾ ഈ ഹോൾ അസംബ്ലിയെ 90 മിനിറ്റ് സമയത്തേക്ക് നമ്മൾ വാട്ടർ ബാത്തിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും. ശേഷം നമ്മൾ ഈ മോൾഡിൻ്റെ സൈഡൊക്കെ റിമൂവ് ചെയ്യും. എന്നിട്ട് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യും. ഈ ബിറ്റുമിനിൻ്റെ ത്രെഡ് ബ്രേക്ക് ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോമേഷൻ അല്ലെങ്കിൽ എലോങ്ങേഷൻ പെർമിറ്റ് ചെയ്യുന്ന ബിറ്റുമിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ബിറ്റുമിൻ സാമ്പിളിനെ ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഒരു മോൾഡിലേക്ക് പോർ ചെയ്യും. എന്നിട്ട് ഈ സാമ്പിൾസിനെ നമ്മൾ ഒന്ന് കൂൾ ചെയ്യും. എന്നിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ബിറ്റുമിൻ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യും. അതുപോലെ സർഫസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ മോൾഡിനെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യും. 90 മിനിറ്റ്സിലേക്ക് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യും. എന്നിട്ട് നമ്മളിതിനെ ഡക്റ്റിലിറ്റി മെഷീനിലേക്ക് കൊണ്ട് വയ്ക്കും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസാണ് എടുക്കുന്നത്? ഈ ത്രെഡ് ബ്രേക്ക് ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഡക്റ്റിലിറ്റി. ഓക്കെ, ബിറ്റുമിൻ്റെ ലബോറട്ടറി ടെസ്റ്റിലുള്ള നെക്സ്റ്റ് വണ്ണാണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ്. അപ്പോൾ ഫ്ലാഷ് പോയിൻറ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. ഫ്ലാഷ് പോയിൻറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ ഓഫ് ബിറ്റുമിൻ മൊമെൻ്ററിലി ക്യാച്ചസ് ദ ഫയർ ഇൻ ദ ഫോം ഓഫ് ഫ്ലാഷ് അണ്ടർ സ്പെസിഫൈഡ് ടെസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ബിറ്റുമിനിൻ്റെ വേപ്പർ എപ്പോഴാണോ ഫയർ ക്യാച്ച് ചെയ്യുന്നത് ആ പോയിൻറ്റിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഫയർ പോയിൻ്റ് എന്താണ്? ഫയർ പോയിൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അണ്ടർ സ്പെസിഫൈഡ് ടെസ്റ്റ് കണ്ടീഷൻ അറ്റ് വിച്ച് ദ ബിറ്റുമിനസ് മെറ്റീരിയൽ ഗെറ്റ്സ് ഇഗ്നൈറ്റഡ് ആൻഡ് ബേൺസ്. അപ്പോൾ ബിറ്റുമിൻ എപ്പോഴാണോ ബേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ആവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിൻറ്റ് ടെസ്റ്റിനുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് ബിറ്റുമിൻ്റെ വേപ്പർ എപ്പോഴാണോ ഫയർ ക്യാച്ച് ചെയ്യുന്നത് അതാണ് ഫ്ലാഷ് പോയിൻ്റ്. ഇനി ബിറ്റുമിൻ എപ്പോഴാണോ ഫയർ ക്യാച്ച് ചെയ്യുന്നത് അതാണ് ഫയർ പോയിൻ്റ്. ഫ്ലാഷ് പോയിൻറ്റിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 104 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫയർ പോയിൻറ്റിൻ്റെ വാല്യൂവും സെയിം ആണ്. ബിറ്റുമിൻ്റെ അടുത്ത ടെസ്റ്റാണ് വിസ്കോസിറ്റി ടെസ്റ്റ്. ഇപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിസ്കോസിറ്റി എന്ന് പറയുന്നത് ബിറ്റുമിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇപ്പോൾ വിസ്കോസിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മിക്സ്ചർ ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള മിക്സ്ചർ ആയിരിക്കും. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അത് നന്നായിട്ട് ഫ്ലോ ചെയ്യില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? മിക്സ്ചർ ഹെട്രോജീനസ് ആയിപ്പോവും. ഇനി അടുത്ത് വിസ്കോസിറ്റി ലെസ് ആണെങ്കിൽ അഗ്രിഗേറ്റിന് ചുറ്റും ഒരു ഫിലിമായിട്ടാണ് ഇത് നിൽക്കേണ്ടത്. പക്ഷേ അതിന് പകരം എന്ത് സംഭവിക്കും? ഇത് ലൂബ്രിക്കേറ്റ് ചെയ്ത് പോവും. ഓക്കെ, ഇനി നമ്മൾ വിസ്കോസിറ്റി ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ പേരാണ് വിസ്കോമീറ്റേഴ്സ്. അപ്പോൾ ഈ വിസ്കോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ടൈമാണ്.
The viscosity expressed in seconds is the time taken by the 50 ml bitumen material to pass through the orifice of a cup. അപ്പോൾ ഈ വിസ്കോമീറ്ററിനുള്ള ഒരു കപ്പുണ്ട്. ആ കപ്പിലൂടെ 50 ml ബിറ്റുമിൻ പാസ് ചെയ്യാൻ വേണ്ട ടൈമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ 40 × 45 സെക്കൻഡ്സ് ആയിരിക്കണം. അടുത്ത ടെസ്റ്റാണ് പെനിട്രേഷൻ ടെസ്റ്റ്. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ്, ബിറ്റുമിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ആണ് പെനിട്രേഷൻ ടെസ്റ്റ് വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് പെനിട്രോമീറ്റർ ആണ്. പെനിട്രോമീറ്ററിൽ ഒരു നീഡിലുണ്ടായിരിക്കും. ടോട്ടൽ അസംബ്ലിയുടെ വെയിറ്റ് 100 ഗ്രാം ആയിരിക്കും. ഇനി പെനിട്രേഷൻ ടെസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 to 60 ആണ്. ഇത്രയുമാണ് ബിറ്റുമിനിൽ വരുന്ന മെയിനായിട്ടുള്ള ടെസ്റ്റ്. ലബോറട്ടറി ടെസ്റ്റ് ഇത്രയുമാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.